ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് എനർജീസ് എങ്ങനെയാണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഇപ്പോൾ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. നമുക്ക് ആദ്യമേ തന്നെ പേഴ്സണും തേർഡ് പാർട്ടിയും കൂടിയുള്ള ഒരു കറൻറ്റ് എനർജി എങ്ങനെയാണ് അവരുടെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് അറിയാം. Queen of Pentacles, Seven of Pentacles, Ten of Wands, King of Wands, Four of Swords, Three of Cups, King of Swords, Five of Cups, the World, Six of Pentacles, Four of Pentacles, Two of Wands, Eight of Swords, Death, Ten of Swords. അപ്പോൾ നമ്മൾ ഇവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതലും ഒരു ഓൺ ആൻഡ് ഓഫ് പാറ്റേണിൽ പോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാനാണ് സാധ്യത. അതായത് ഇതിനകത്തൊരു കണ്ടിന്യൂറ്റി ഇല്ലാത്തതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ചില സമയത്ത് ഈ ഒരു കണക്ഷൻ വളരെ ഒരു ഹൈ എനർജിയിൽ പോകുന്നുണ്ടാവാം, ചില സമയത്ത് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇനിഷ്യൽ എനർജീസൊക്കെ കാണിക്കുന്നത് ഇതൊരു ലോങ് ടേം ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കണക്ഷനാണ്. തേർഡ് പാർട്ടിയായിട്ട് എന്ത് കണക്ഷനാണ് നിങ്ങളുടെ വ്യക്തിക്കുള്ളതെങ്കിലും ഒരു ലോങ് ടേം പ്ലാനിങ് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റിയൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ വിചാരിക്കുന്ന പോലെ അത് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാന കാര്യം, ഒരാൾ ഇതിനകത്ത് വളരെ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രഷർ മറ്റേ വ്യക്തിക്ക് കൊടുക്കുന്നു. അതായത് ഇപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു ബന്ധമായിക്കോട്ടെ, ഈവൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രണയിക്കുന്നവരോ അല്ലെങ്കിൽ നല്ല രണ്ട് സുഹൃത്തുക്കളോ ആരും ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ വളരെ ഡോമിനേറ്റ് ആവുന്നു, കാര്യങ്ങൾ തീരുമാനിക്കുന്നു, മറ്റേ വ്യക്തിക്ക് കൺട്രോളിങ് ഏർപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാത്തിലും ഒരാളെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ ആ ഒരു ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്? അവർക്ക് ആകെ ഒരു കേജിനകത്ത് അടയ്ക്കപ്പെട്ട ഒരു ഫീലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു സ്പേസ് ഇല്ല എന്ന് തോന്നിയേക്കാം. അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ഓവർ പൊസസീവ്നെസ് കാര്യങ്ങളും ഒരു ശല്യമായിട്ട് തോന്നിയേക്കാം. ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ഒരിക്കലും ഇവരുമായിട്ടുള്ള ആ ഒരു പിടി നഷ്ടപ്പെട്ടു പോകരുത് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അവരെ ഒരുപാട് വെറുപ്പിച്ചേക്കാം എന്ന് പറയുന്ന പോലെയുള്ളൊരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചില റിലേഷൻഷിപ്പിലൊക്കെ കാണുന്നതാണ്, ഈവൻ നമ്മളുടെ ഫാമിലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും ഒരാൾ ഇപ്പോൾ 2-3 മക്കളുണ്ടെങ്കിൽ ഒരാളുടെ ചുമലിലായിരിക്കും എല്ലാ ഭാരവും, അല്ലെങ്കിൽ അയാൾ മാത്രം എല്ലാം നോക്കി നടത്തണം, ബാക്കിയുള്ളവരെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ, ആ ആളുടെ തലയിലാണ് എല്ലാ കാര്യങ്ങളും. ആൾ വേണം നോക്കാൻ, അത് അവരുടെ കടമയാണ് എന്ന് മറ്റുള്ളവർ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷെയർ ചെയ്യാനോ പങ്കിടാനോ ആരുമില്ല, എല്ലാം ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആവുന്നു. കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ പോലും ഇതിനകത്തൊരു മടുപ്പ് വരുന്നൊരവസ്ഥ. അപ്പോൾ ഇത് ചെയ്യുന്ന വ്യക്തികൾ വിചാരിക്കുന്നത് ഇങ്ങനൊരു ചുമതലയാണെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുമല്ലോ, എതിര് പറയില്ല എന്നുള്ളൊരു അഭിപ്രായമാണ്. പക്ഷേ കുറേ വ്യക്തികളും ഇത് കാലക്രമേണ ഇട്ടിട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ബേർഡൻ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ബേർഡൻ അടിച്ചേൽപ്പിക്കുന്നതായിട്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഓവറായിട്ടുള്ള നിയന്ത്രണം, കൺട്രോളിങ്, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള റിലേഷൻഷിപ്പിനെ നശിപ്പിച്ചു എന്ന് പറയാം. അതായത് ആ ഒരു ഓവർ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള ആ ഒരു എനർജി കാരണമാണ് സത്യത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ്
കോൺസ്റ്റൻ്റ് ആയിട്ട് പോവാതിരിക്കുന്നത്. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും കൂടിയുള്ളൊരു എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും തടസ്സം എന്ന് പറയുന്നത് ഈ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇപ്പോൾ നല്ലൊരു ലോങ് ടേം ആയിട്ടൊക്കെ ഏത് റിലേഷൻഷിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് വ്യക്തികളും തമ്മിൽ അത്രയും ഒരു മാനസികമായിട്ടുള്ള ഐക്യം വേണം, പരസ്പരം മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആ ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും അവർക്കും ഒരു പേഴ്സണൽ ഒരു സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറിക്ക് അപ്പുറത്തേക്കും നമ്മൾ ഇടിച്ചു കയറാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ ഇതിനിപ്പോൾ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളൊരു കണക്ഷനൊക്കെ ആണിതെങ്കിൽ തീർച്ചയായിട്ടും ഇനിഷ്യലിയൊക്കെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വാല്യുബിൾ ആണെന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ധരിച്ചിട്ടുണ്ടാവാം. പക്ഷേ പതിയായിരിക്കാം ആ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പല റിലേഷൻഷിപ്പിലും നമ്മൾ കാണുന്നതാണ് തുടക്കത്തിലെയുള്ള ആ ഒരു വിട്ടുകൊടുക്കൽ, സ്നേഹം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളിലകത്ത് എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ കൺട്രോളിങ് നേച്ചറൊക്കെ ഉണ്ടെങ്കിലും അത് പലരും പുറത്ത് കാണിക്കില്ല. ആദ്യമൊക്കെ വളരെ സ്മൂത്തായിട്ട് പോകുന്നൊരവസ്ഥയാണ്. പതിയെ പതിയെയാണ് ഉള്ള സ്വഭാവങ്ങളെല്ലാം പുറത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഫീൽ ചെയ്തതാവാനും മതി. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഇതിന് മുൻപ് നമ്മളിപ്പോൾ ഈ നോക്കുന്ന ആ ഒരു എനർജിക്ക് മുൻപും തീർച്ചയായിട്ടും ഇതിനകത്ത് ആ ഒരു റെസ്റ്റിംഗ് ടൈം, അല്ലെങ്കിൽ ആ ഒരു സൈലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു സ്പ്രെഡ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം അത്രയും ആത്മാർത്ഥമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ബോണ്ടിങ്, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹം, ആ ഒരു പീസ് ഓഫ് ലവ് പോലും നമുക്കിതിനകത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ വളരെ സ്റ്റേബിളായിട്ട് പോകാനായിട്ടുള്ള ആഗ്രഹം, ലോങ് ടേം ആയിട്ടുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് കൂടി വരുമ്പോഴാണ് അതൊരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആക്കുന്നത്. അങ്ങനെയുള്ളൊരു സംഗതി നമുക്കിതിനകത്ത് വന്നിട്ടില്ല. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഓൺ ആൻഡ് ഓഫ് പാറ്റേൺ ഒക്കെ ആണെന്നുണ്ടെങ്കിലും, ഇത് വീണ്ടും ഓൺ ആവുന്നൊരു സമയത്താണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇതിനകത്ത് ആ ഒരു ഇമോഷണൽ ഇൻറ്റിമസി സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ആ ഒരു വീണ്ടും അവർ തമ്മിലൊരു കോംപ്രമൈസോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോഴത്തേക്കും കുറച്ച് നാൾ ചിലപ്പോൾ അത് നല്ല രീതിയിൽ പോകുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തേർഡ് പാർട്ടിയുടെ ഒരു ക്യാരക്ടറാണ്, വളരെ ഒരു അഡമൻ്റ് ആയിട്ടുള്ള നേച്ചറാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ കൺട്രോളിങ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാഷോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു നേച്ചർ ഒന്ന് ഒതുക്കി വെക്കും. വീണ്ടും അത് പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നൊരവസ്ഥയോ കാര്യങ്ങളോ ഒക്കെ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം. കാരണം ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലോസ് ഫീലിംഗ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിനകത്തൊരു സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല. അപ്പോൾ അത് തന്നെയായിരിക്കും ചിലപ്പോൾ തേർഡ് പാർട്ടിയുടേതാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് ഒരു വിഷമം, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് നിലനിന്ന് പോകുന്നത്. ഇപ്പം നമ്മളിവിടെ കാണുന്നത് പോലെ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഓണായി, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലേക്കൊക്കെ വരുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാലും വീണ്ടും ഈ ഒരു പൊസസീവായിട്ടുള്ള നേച്ചർ ഈ ഒരു റിലേഷൻഷിപ്പ് തകർക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയെ വിട്ട് കൊടുക്കില്ല, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു കൈപ്പിടിയിൽ ഉണ്ടാവണം എന്നുള്ള ആ ഒരു നേച്ചറാണ്. ഇപ്പം നമ്മൾ ചിലവരുടെയൊക്കെ കേസിൽ കാണുന്ന ഒരു കാര്യമാണ്, ആ ഒരു പേഴ്സൺ ആർക്ക് മെസ്സേജ് അയക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോൾ ഓൺലൈൻ വരുന്നു എന്ന് പോലും ഇവരെ അറിയിച്ചിട്ട് വേണം പോവാൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ നമ്മളുടെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിന് വരുമ്പോൾ പറയാറുണ്ട്, ഇന്ന പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, ഫോൺ മേടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഒരു കൺട്രോളിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്നുണ്ടെങ്കിലും ചിലവർക്ക് നല്ല ഇൻറ്റൻഷൻ ആവാം, മോശം ഇൻറ്റൻഷൻ ഉള്ളവരുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇത് സഫർ ചെയ്യുന്ന വ്യക്തിക്ക് അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ദുർഘടമായിട്ടാണ് തോന്നുന്നത്. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു സന്തോഷം നശിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ളൊരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു വ്യക്തികളുടെ എനർജീസാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ളതല്ല, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പിടിവാശി കാര്യങ്ങളുള്ള ഒരു പേഴ്സണെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സണുള്ളത്. അപ്പോൾ ഇതിലെ പല എനർജീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഒരു തേർഡ് പാർട്ടി കുറച്ചും കൂടി ഒന്ന് മുറുകുമ്പോൾ, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ആ ഒരു കൺട്രോളിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുമ്പോഴൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദുഃഖിക്കേണ്ടതായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ അതിന് നിന്ന് കൊടുക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫിൽ പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ ആ ഒരു സ്നേഹം എക്സ്പോസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഒരുപാട് ശാഠ്യം പിടിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ പേഴ്സണും അവിടെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബന്ധനമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ഒരു സ്റ്റക്നെസ് ആണ് തോന്നുന്നത്, അല്ലെങ്കിൽ ആ ഒരു ട്രാപ്ഡ് ഇൻ ഫിയർ എനർജി തോന്നുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനൊരു ഭാവി ഉണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലോങ് ടേം ആയിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുള്ളത്. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ പോലും ഇതിനകത്ത് സ്റ്റക്കായി പോകുമോ എന്നുള്ളൊരു ഒരു ഫിയർ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം.
ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനകത്ത് എൻഡിങ് സംഭവിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അത് മാനസികമായിട്ട് തീർത്തും ഉപേക്ഷിച്ചിട്ടുണ്ടാവാം. ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ളൊരു തീരുമാനമായിരിക്കാം ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവരുടെ മനസ്സിനകത്ത് ഉണ്ടാവുന്നത്. കാരണം ഇവർ അത്രത്തോളം ഭയപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു തിങ്കിങ്ങിൽ പോലും ചിലപ്പോൾ അത് ഓവർ തിങ്കിങ് ആയിരിക്കാം. എന്നാൽ പോലും അത് ശരിയാവില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഈ ഒരു പേഴ്സണുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഇനിയും ഞാൻ പല കാര്യങ്ങളും സറണ്ടർ ചെയ്യേണ്ടതായിട്ട് വരും, സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നൊക്കെയുള്ളൊരു തോന്നലിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ ഇത് ഓൾമോസ്റ്റ് അവസാനിച്ചിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അല്ലാന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പ് ഓൺ അല്ല എന്നുള്ളത് എന്തായാലും വളരെയധികം വ്യക്തമാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ചില കേസസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യക്ഷത്തിലും ഇത് അവസാനിച്ചിട്ടുണ്ടാവാം. കാരണം ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പെയിൻഫുൾ എൻഡിങ് കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ അവരെ ചതിച്ചു എന്നുള്ളൊരു തോന്നലായിരിക്കാം. അല്ലെങ്കിൽ അവരോട് വിശ്വാസവഞ്ചന ചെയ്തു എന്നുള്ളൊരു രീതിയിലായിരിക്കാം ചിന്തിക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു എൻഡിങ്ങിലേക്ക് വന്നിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മാനസികമായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒട്ടും താല്പര്യമില്ല ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്. അല്ലെങ്കിൽ നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും അഭിപ്രായമില്ല എന്നുള്ളത് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാം. പിന്നെ ചിലരെ സംബന്ധിച്ചൊരു റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു തേർഡ് പാർട്ടി എങ്കിൽ അതിൻ്റെ പേരിൽ ചിലപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് അത്രയും അവസാനിച്ച ഒരു രീതിയിലാണ് നമുക്ക് കാണാം. അത്രയും സ്റ്റക്നെസ് അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ ഇതിൽ നിന്ന് പിന്മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തുടർന്ന് പോകാനായിട്ട് ആ വ്യക്തിക്ക് തന്നെ താല്പര്യമില്ലാത്തൊരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലിയൊക്കെ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വളരെ നാൾ നിലനിൽക്കും എന്നൊക്കെ വിശ്വസിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇതെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും ഒട്ടും വിശ്വാസമില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവരോട് വിശ്വാസവഞ്ചന കാണിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കാം ചിന്തിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അത്രയും ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണിക്കാതെ ഇമോഷണലി ആ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ ഈ ഒരു തേർഡ് പാർട്ടി ഒരു വിക്ടിം മെൻറ്റാലിറ്റിയിലായിരിക്കും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊരു വലിയൊരു ട്രാപ്പാണ്. അല്ലെങ്കിൽ ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇനിയും കൂടുതലായിട്ട് ഇതിനകത്ത് സറണ്ടർ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു മൊത്തത്തിൽ അടിപതറി നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ സ്ട്രോങ് തേർഡ് പാർട്ടി റിമൂവലിനായിട്ടൊക്കെ എപ്പോഴും അതിനായിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ് എന്ന് പറയാം. ഇപ്പോൾ കറൻറ്റ്ലി നിങ്ങളുമായിട്ടുള്ള ഈ പേഴ്സൻ്റെ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇതും അവസാനിച്ചിരിക്കുകയാണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി നോക്കിയാൽ എങ്ങനെയാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരുപക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടുള്ള വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ രണ്ട് റിലേഷൻഷിപ്പും കൂടി ഒരുമിച്ച് ബാലൻസ് ചെയ്ത് പോയിട്ടുള്ള വ്യക്തിയായിരിക്കാം. നിങ്ങളെ ചിലപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫിൽ നിങ്ങളോടും കാണിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഇവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനോടുള്ള ആ ഒരു ഇൻറ്റൻഷൻ എന്ന് നമുക്ക് നോക്കാം. Ace of Cups, Six of Swords, Nine of Cups, the High Priestess, the Hierophant, Three of Wands, Ace of Swords. നിങ്ങളോടുള്ള ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളോടൊപ്പം തന്നെയുള്ളൊരു വ്യക്തിയായിരിക്കാം. നേരത്തെ അത്രയധികം മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങളെ കുറച്ചൊന്ന് പെയിൻഫുള്ളായിട്ടുള്ള സാഹചര്യത്തിലേക്ക് തള്ളിയിട്ട വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് സ്നേഹം കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്ത് പറ്റി നല്ല രീതിയിലുള്ള ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടല്ലോ, കുറച്ചുകൂടി അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരുന്നത് പോലെയൊക്കെയുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ചിലപ്പോൾ
അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടാവും. ചിലരെ സംബന്ധിച്ച് നോ കോൺടാക്റ്റ് ആയിരിക്കാം. പക്ഷെ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാം തീർച്ചയായിട്ടും ആ ഒരു ന്യൂ ബിഗിനിങ്ങിനായിട്ട് ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു ഫ്ലോയിങ് ഓഫ് ലവ് എനർജി അല്ലെങ്കിൽ ആ ഒരു അൺകണ്ടീഷണൽ ലവ് ഒക്കെ നമുക്കവിടെ കാണാം. അതായത് വളരെ കാര്യമായിട്ട് നിങ്ങളോടൊരു സ്നേഹം, താല്പര്യം, ഇൻറ്റിമസി, ബോണ്ടിങ് ഒക്കെ അവർക്ക് തോന്നുന്ന ഒരു സമയമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം നമ്മൾ തേർഡ് പാർട്ടിയോടൊപ്പം ഉള്ള എനർജിയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയപ്പോൾ കണ്ടതാണ്. അതിനകത്ത് വലിയൊരു ആത്മാർത്ഥതയോ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരുന്ന സംഗതികളൊന്നും അതിനകത്ത് വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ അത്രയും ഒരു താല്പര്യം തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടെയുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജി ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല ആഹ് എന്തായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തടസ്സം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലായിക്കോട്ടെ, അതിൽ നിന്ന് വളരെ ശാന്തമായിട്ട് മുന്നിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. അപ്പോൾ അതായത് ആ തടസ്സങ്ങളിൽ നിന്ന് സമാധാനത്തിലേക്ക് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി ആയിരുന്നു നിങ്ങൾക്കിടയിലുള്ള തടസ്സം. അല്ലെങ്കിൽ അവിടെ ഓൾറെഡി ഈ ഒരു പേഴ്സൻ്റെ ഒരു മനസ്സമാധാനം തകർന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് തേർഡ് പാർട്ടി ആയിട്ട് നോക്കുമ്പോൾ. അപ്പോൾ ആ ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ശാന്തതയിലേക്ക് വരാനായിട്ടുള്ള ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം നമുക്ക് കാണാം. കാരണം ഇവിടെയാണ് ആ ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് ഈ ഒരു പേഴ്സണ് ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെയാണ്. കാരണം ഇവിടെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് വളരെ കൂടിയിരിക്കുന്ന ഒരു സമയമാണ്. ഇത് ആരുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും. അപ്പം അതുകൊണ്ടാണ് നിങ്ങളോട് വലിയൊരു ചായ്വ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ അകൽച്ചയിൽ നിന്ന് ഒന്ന് അടുപ്പത്തിലേക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചൊരു ഇൻറ്റിമസി ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ അത് അറിയാൻ പറ്റുമല്ലോ ഈ ഒരു പേഴ്സൺ പഴയതിനേക്കാളും കൂടുതലൊരു താല്പര്യം കാണിച്ചു വരുന്നുണ്ട് എന്നുള്ളത്. ഇവിടെ അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു ഹൈ പ്രീസ്റ്റസ് ആൻഡ് ഹയറോഫണ്ട് എനർജീസ് രണ്ടും നമുക്ക് കമ്പൈൻ ചെയ്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഡീപ്പൻ ആവുന്ന ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ആ ഒരു കുറച്ചും കൂടി സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ മാരേജ് പോലെ അത്രയൊക്കെ ഡീപ്പായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് ഈ ഒരു പേഴ്സൺ സജ്ജമായിരിക്കുന്നു അല്ലെങ്കിൽ അതിനവർക്ക് താല്പര്യമുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും അതെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്. ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഈ വ്യക്തി എന്നുള്ളത് നമുക്ക് വളരെ കാര്യമായിട്ട് തന്നെ കാണാം. അതുപോലെ തന്നെ നമ്മളിവിടെ ഈ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ബ്രേക്ക് ത്രൂ ആണ് കാണാൻ കഴിയുന്നത്. എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അത് അതിജീവിച്ച് മുന്നിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നതാണ്. ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ഒളിമറ നിങ്ങളുടെ ബന്ധത്തിലുണ്ടായിരുന്നെങ്കിൽ പല കാര്യങ്ങളും വെട്ടി തുറന്ന് പറയാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ തേർഡ് പാർട്ടിയെക്കുറിച്ചൊക്കെയുള്ള പല കാര്യങ്ങളും ഹൈഡിങ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഓപ്പണായിട്ട് സംസാരിക്കണം. അല്ലെങ്കിൽ അതിനൊരു ക്ലാരിറ്റി വരുത്തണം എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന ഒരു സമയമായിട്ട് തന്നെ കാണാം. അപ്പോൾ ഇവിടെ നിങ്ങളോടുള്ള ഒരു എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കാര്യമായിട്ട് അത് ജസ്റ്റ് ഒരു വരവെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. വളരെ സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്ന റിലേഷൻഷിപ്പിലേക്ക് വരാൻ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി വരാനായിട്ടൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്. റിലേഷൻഷിപ്പിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി ദൃഢമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതും നമുക്കിവിടെ കാണാം. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ആഗ്രഹിക്കുന്നവർ അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ അതിനായിട്ടുള്ളവർ തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് ഇത് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.